ഹലോ ഗൈസ്, ഇന്നുണ്ടല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ നമുക്ക് എല്ലായിടത്തും കാണുന്നത് കൊറിയൻ സ്കിൻ കെയർ, ഗ്ലാസ് സ്കിൻ കെയർ എന്നൊക്കെയാണല്ലേ. അപ്പം എന്ത് പറ്റി, നമ്മുടെ ഇന്ത്യൻ സ്കിൻ കെയർ എന്ന് പറയുന്നത് മോശമാണോ, അല്ലെങ്കിൽ ഇന്ത്യൻ സ്കിൻ കെയർ രീതികൾ എന്ന് പറയുന്നത് അത്ര നല്ലതല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കൊറിയൻ സ്കിൻ കെയറും ഇന്ത്യൻ സ്കിൻ കെയറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. എങ്ങനെയാണ് ഇത് രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ കൊറിയൻ സ്കിൻ കെയർ ഉണ്ടല്ലോ, ഇത് ബേസിക്കലി സ്കിൻ പ്രോബ്ലംസ് വരുന്നതിന് മുൻപ് തന്നെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക, അതിനെ തടയുക എന്നുള്ള ഒരു ആശയത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിവസേന അവർ ഹൈഡ്രേഷൻ, സൺസ്ക്രീൻ, ജെന്റിൽ കെയർ ഇതിലൊക്കെ നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നേരെ മറിച്ച് നമ്മുടെ ഇന്ത്യൻ സ്കിൻ കെയറിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് നിലവിൽ ഓൾറെഡി പ്രശ്നം വന്നിട്ടുണ്ടായിരിക്കും സ്കിന്നിന്, അതിനെ എങ്ങനെ മാറ്റാം എന്നുള്ള രീതിയാണ് നമ്മുടെ ഇന്ത്യൻ സ്കിൻ കെയറിൽ കൂടുതൽ. അതിനായിട്ട് നമ്മൾ മഞ്ഞൾ, കറ്റാർവാഴ, പിന്നെന്താണ് ആര്യവേപ്പ്, സാൻഡൽവുഡ്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നൂറ്റാണ്ടുകളായിട്ട് യൂസ് ചെയ്ത് വരുന്നതാണ്. അടുത്തത് ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യത്തിൽ വരുമ്പം നമ്മുടെ കൊറിയൻ സ്കിൻ കെയറിൽ കൂടുതലായിട്ടും ഹൈലറോണിക് ആസിഡ്, അതുപോലെ തന്നെ റൈസ് എക്സ്ട്രാക്റ്റ്, ഈ സ്നെയിൽ മ്യൂസിൻസ്, ഇതൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്കിന്ന് കൂടുതലായിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ സ്കിൻ ബാരിയർ നല്ല സ്ട്രോങ് ആക്കി വെക്കാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നേരെ മറിച്ച് നമ്മുടെ ഇന്ത്യൻ സ്കിൻ കെയറിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ട് പ്രകൃതിദത്തമായ ചേരുവകളാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ കറ്റാർവാഴ, കുങ്കുമപ്പൂവ്, സാൻഡൽവുഡ്, വേപ്പ്, അതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇന്ത്യയിൽ, അതായത് ഇന്ത്യൻ സ്കിൻ കെയറിൽ കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ക്ലൈമറ്റും സ്കിൻ ടൈപ്പും ആണ് പറയണത്. ഇത് കൊറിയൻ സ്കിൻ കെയറിനെ അപേക്ഷിച്ച് നോക്കുമ്പം അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, കുറച്ചും കൂടിയും തണുപ്പുള്ള കാലാവസ്ഥയാണ് അല്ലേ ഇന്ത്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹൈഡ്രേഷൻ ആണ്, സ്കിൻ ഹൈഡ്രേറ്റഡ് ആയി വെക്കാനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റും ആ രീതിയിലുള്ളത്, ഹൈഡ്രേഷന് സഹായിക്കുന്ന പ്രൊഡക്ട്സുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. എന്നാൽ നമ്മുടെ ഇന്ത്യൻ സ്കിൻ കെയറിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ചൂടും ഹ്യൂമിഡിറ്റിയും ഒക്കെ കൂടുതലാണ് അല്ലേ. അപ്പോൾ ഈ കൊറിയൻ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആവോ, അതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. എല്ലാവർക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ കൊറിയൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യണവർക്ക് അത് അത്ര സ്യൂട്ടബിൾ ആവണമെന്നില്ല. അടുത്തത് വെച്ച് നോക്കുമ്പോൾ കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സിന്റെ റേറ്റ് ആണ് കേട്ടോ, വിലയാണ്. അപ്പം കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ് അല്ലേ. അതുകൊണ്ട് തന്നെ താരതമ്യേന ഇന്ത്യൻ പ്രൊഡക്ട്സിനെ അപേക്ഷിച്ചിട്ട് അതിന് റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ ഇന്ത്യൻ സ്കിൻ കെയർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് താരതമ്യേന ഭയങ്കര റേറ്റ് കുറവായ അടിപൊളിയായിട്ടുള്ള പ്രൊഡക്ട്സ്, അതായത് ഭയങ്കര നിലവാരമുള്ള പ്രൊഡക്ട്സ് ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കും. ഇന്ത്യൻ സ്കിൻ കെയറിന് പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല നിലവാരമുള്ള പ്രൊഡക്ട്സ് ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കും സ്കിൻ കെയർ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് കൂടുതൽ അഫോർഡബിൾ ആയിരിക്കും. അപ്പോൾ സത്യത്തിൽ കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണോ ഇന്ത്യൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണോ ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ പറ്റില്ല അല്ലേ. നമ്മുടെ സ്കിൻ ടൈപ്പ്, ബഡ്ജറ്റ്, നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പ്രൊഡക്ട്സ് തിരഞ്ഞെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് രാജ്യത്തെ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യണോ എന്നതിലല്ല കാര്യം, അത് നമ്മുടെ സ്കിൻ ടൈപ്പിന് ആപ്റ്റ് ആവുന്നുണ്ടോ, യോജിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. അത് മാത്രമല്ല കൊറിയൻ സ്കിൻ കെയർ ആണോ ഇന്ത്യൻ സ്കിൻ കെയർ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അതുമാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന വീഡിയോസ് വേണം എന്ന് പറഞ്ഞാൽ നമ്മളത് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം അടുത്ത വീഡിയോയ്ക്ക് കാണുന്നതായിരിക്കും. ബൈ.